എല്ലാവർക്കും അമൃതം എഡ്യൂക്കേഷൻ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുകയാണല്ലോ അല്ലേ? ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദേവസ്വം LDC സ്മാർട്ട് സ്റ്റഡി റിവിഷൻ ക്ലാസ്സാണ്. ഇത് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ 14ാമത്തെ ക്ലാസ്സാണ്. അതുപോലെ ക്രാഷ് കോഴ്സിൻ്റെ 13ാമത്തെ ക്ലാസ്സുമാണ്. നമ്മൾ ഈ വീഡിയോ KDRBയുടെ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്ന വാച്ച്മാൻ എക്സാം ഒക്ടോബർ 16 നടക്കുന്ന ഈ എക്സാമിനും കൂടി ഉപകാരമാണ്. സ്പെഷ്യൽ ടോപ്പിക്കിലെ ഈ കാര്യങ്ങൾ 2 പരീക്ഷകൾക്കും ഉപകാരമാണ്. നമ്മുടെ ദേവസ്വം LDCക്കും ദേവസ്വം വാച്ച്മാൻ എക്സാമിനും ഉപകാരപ്രദമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സ്പെഷ്യൽ ടോപ്പിക്കിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിലെ കുറച്ച് ചോദ്യങ്ങളാണ്. അതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാദ്യങ്ങൾ, കലാകാരന്മാർ, അതുപോലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ് 14 സ്പെഷ്യൽ ടോപ്പിക്ക് തിരഞ്ഞെടുത്ത ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങളും. ക്ഷേത്ര അനുഷ്ഠാന കലയായ കേളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ. ക്ഷേത്ര അനുഷ്ഠാന കലയായ കേളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് ചെണ്ട, മദ്ദളം, ഇലത്താളം. ക്ലിയർ ആയല്ലോ? ചെണ്ട, മദ്ദളം, ഇലത്താളം എന്നിവയാണ് ക്ഷേത്ര അനുഷ്ഠാന കലയായ കേളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ. പഞ്ചവാദ്യത്തിന് ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് ശുദ്ധ മദ്ദളം, തിമില, ഇലത്താളം, ഇടയ്ക്ക, കൊമ്പ്. ക്ഷേത്ര അനുഷ്ഠാന കലയായ കേളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ചെണ്ട, മദ്ദളം, ഇലത്താളം. പഞ്ചവാദ്യത്തിന് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ശുദ്ധ മദ്ദളം, തിമില, ഇലത്താളം, ഇടയ്ക്ക, കൊമ്പ്. കൂത്തമ്പലത്തിൽ കൊട്ടുന്ന വാദ്യം മിഴാവ്. കൂത്തമ്പലത്തിൽ കൊട്ടുന്ന വാദ്യം മിഴാവ്. കലശപൂജയെങ്കിൽ നടത്തേണ്ടതായ വാദ്യം അസുരവാദ്യം. കൂത്തമ്പലത്തിൽ കൊട്ടുന്ന വാദ്യം മിഴാവ്. കലശപൂജയെങ്കിൽ നടത്തേണ്ടതായ വാദ്യം അസുരവാദ്യം. മഹാദേവന്റെ തൃക്കൈയിൽ സൂക്ഷിച്ചിട്ടുള്ള വാദ്യോപകരണം ഏതാണ്? മഹാദേവന്റെ തൃക്കൈയിൽ സൂക്ഷിച്ചിട്ടുള്ള വാദ്യോപകരണമാണ് ഡമരു. കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് ചെണ്ട, ചേങ്ങില, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ശംഖ്. കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാണ്? ചെണ്ട, ചേങ്ങില, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ശംഖ്. ചാക്യാർകൂത്തിലെ പക്കമേളം ഏതാണ്? ചാക്യാർകൂത്തിലെ പക്കമേളമാണ് മിഴാവ്. ചാക്യാർകൂത്തിലെ പക്കമേളം മിഴാവ്. കൂടിയാട്ടത്തിലെ പ്രധാന വാദ്യമാണ് മിഴാവ്. ചാക്യാർകൂത്തിലെ പക്കമേളം മിഴാവ്. കൂടിയാട്ടത്തിലെ പ്രധാന വാദ്യം മിഴാവ്. കൂത്തും കൂടിയാട്ടവും അവതരിപ്പിക്കുന്ന വേദിയാണ് കൂത്തമ്പലം. എന്താണ്? കൂത്തും കൂടിയാട്ടവും അവതരിപ്പിക്കുന്ന വേദിക്ക് പറയുന്ന പേരാണ് കൂത്തമ്പലം. അർജുന നൃത്തത്തിൽ ഉപയോഗിക്കുന്ന പ്രത്യേകതരം വാദ്യം ഏതാണ്? അർജുന നൃത്തത്തിൽ ഉപയോഗിക്കുന്ന പ്രത്യേകതരം വാദ്യമാണ് തായ്. അർജുന നൃത്തത്തിൽ ഉപയോഗിക്കുന്ന പ്രത്യേകതരം വാദ്യമാണ് തായ്. അർജുന നൃത്തത്തിൽ ഉപയോഗിക്കുന്ന മറ്റു വാദ്യങ്ങളാണ് ചെണ്ട, മദ്ദളം, ഇലത്താളം. അർജുന നൃത്തത്തിൽ ഉപയോഗിക്കുന്ന മറ്റു വാദ്യങ്ങളാണ് ചെണ്ട, മദ്ദളം, ഇലത്താളം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ. അമൃതം എഡ്യൂക്കേഷൻ്റെ ടെലിഗ്രാം ചാനലാണിത്. നമ്മൾ ഇതിൽ ചെയ്യുന്നത് മോക്ക് ടെസ്റ്റാണ്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് മോക്ക് ടെസ്റ്റുകളാണ്. SCRTയുടെ മോക്ക് ടെസ്റ്റ്, അതുപോലെ ടോപ്പിക്കിൻ്റെ മോക്ക് ടെസ്റ്റൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ വരുന്ന വ്യാഴാഴ്ച മുതൽ ഒരു റിവിഷൻ ടെസ്റ്റും കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുവരെ ചെയ്ത വീഡിയോ ക്ലാസ് അത് ബേസ്ഡ് ചെയ്തിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ്, അതുപോലെ മോഡൽ എക്സാമുകൾ കൂടുതലായിട്ട് ചെയ്ത് വരുന്ന ഒരു ഇത്. അപ്പം നമ്മൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് ഞാൻ കൺഫേം ചെയ്തിട്ട് പറയുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എക്സാമുകളൊക്കെ ഇവിടെ ലഭിക്കും. ഇവിടെ ലിങ്ക് എന്നുള്ള ഇതിലേക്ക് പോയാൽ ഇവിടെ നടന്ന എല്ലാ എക്സാമുകളുടെയും ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ട് SCRTയുടെ മോക്ക് ടെസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോർഷൻസൊക്കെ നോക്കണമെങ്കിൽ ഈ ലിങ്കിൽ കയറി നോക്കാം. നമ്മൾ ടെലിഗ്രാം ചാനലിൻ്റെ പേര് KDRB ദേവസ്വം LDC എന്നാണ്. രാവിലെ 5 മണിക്കൊക്കെ ഒരു മോക്ക് ടെസ്റ്റ് കൊടുത്തിരുന്നു.
നമ്മൾ അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്ന ഒരു രീതിയായിരുന്നു. നമ്മളിവിടെയാണ് പറഞ്ഞു നിർത്തിയത്. അർജുന നൃത്തത്തിൽ ഉപയോഗിക്കുന്ന പ്രത്യേകതരം വാദ്യമാണ് തായി. അർജുന നൃത്തത്തിൽ ഉപയോഗിക്കുന്ന മറ്റു വാദ്യങ്ങളാണ് ചെണ്ട, മദ്ദളം, ഇലത്താളം. അർജുന നൃത്തത്തിൽ ഉപയോഗിക്കുന്ന പ്രത്യേകതരം വാദ്യമാണ് തായി. അർജുന നൃത്തത്തിൽ ഉപയോഗിക്കുന്ന മറ്റു വാദ്യങ്ങളാണ് ചെണ്ട, മദ്ദളം, ഇലത്താളം. അടുത്തത് കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഏതാണ്? കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. ഇത് രചിച്ചത് കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാൻ. കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഏതാണ് എന്ന് ചോദിച്ചാൽ തെറ്റിക്കരുത്. ഹസ്തലക്ഷണ ദീപിക. ഇത് രചിച്ചത് കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാൻ. കഥകളി പഠിപ്പിക്കുന്ന വിദ്യാലയം കളരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കഥകളി പഠിപ്പിക്കുന്ന വിദ്യാലയം കളരി എന്ന പേരിൽ അറിയപ്പെടുന്നു. കഥകളി ആരംഭിക്കുന്ന ചടങ്ങ് കേളികൊട്ടും. കഥകളിയിലെ ഒടുവിലത്തെ ചടങ്ങ് ധനാശി എന്നും പറയുന്നു. കഥകളി ആരംഭിക്കുന്ന ചടങ്ങ് കേളികൊട്ടും. കഥകളിയിലെ ഏറ്റവും ഒടുവിലത്തെ ചടങ്ങ് ധനാശി എന്ന പേരിലും അറിയപ്പെടുന്നു. കഥകളിയിൽ പിന്നണി പാടുന്നവരുടെ സഹായിയാണ് ശിങ്കിടി. കഥകളിയിൽ പിന്നണി പാടുന്നവരുടെ സഹായി ശിങ്കിടി. കഥകളിയിൽ പിന്നണി പാടുന്നവരെ വിളിക്കുന്ന പേര് പൊന്നാനി. കഥകളി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസമാണ് ഒക്ടോബർ 16. 2019 മുതൽ ഒക്ടോബർ 16 കഥകളി ദിനമായി ആചരിക്കുന്നു. കഥകളി ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ഒക്ടോബർ 16. 2019 മുതലാണ് ഒക്ടോബർ 16 കഥകളി ദിനമായി ആചരിക്കുന്നത്. ഒക്ടോബർ 16 കഥകളി ദിനമായി ആചരിക്കുന്നതിനുള്ള കാരണം എന്താണ്? വള്ളത്തോൾ ജന്മദിനം. വള്ളത്തോളും കഥകളിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് നോക്കാം. കഥകളിക്ക് ലോകശ്രദ്ധ നേടിക്കൊടുത്ത മഹാകവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. കഥകളിക്ക് ലോകശ്രദ്ധ നേടിക്കൊടുത്ത മഹാകവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. അതുകൊണ്ടാണ് ഒക്ടോബർ 16 കഥകളി ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. ഏത് വർഷം മുതലാണ് കഥകളി ദിനം ആചരിക്കാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ 2019 മുതൽ. കഥകളി നടന്മാർ കാലിൽ അണിയുന്ന ആഭരണം ഏതാണ്? കച്ചമണി. കഥകളി നടന്മാർ കാലിൽ അണിയുന്ന ആഭരണത്തിൻ്റെ പേരാണ് കച്ചമണി. കൂടിയാട്ടത്തിലെ സ്ത്രീവേഷത്തെ പറയുന്ന പേര് എന്താണ്? കൂടിയാട്ടത്തിലെ സ്ത്രീവേഷത്തെ പറയുന്ന പേര് നങ്ങ്യാറ്. കൂടിയാട്ടത്തിലെ സ്ത്രീവേഷങ്ങൾ ഏതു ഭാഷയിലാണ് സംസാരിക്കുന്നത്? പ്രാകൃതം. കൂടിയാട്ടത്തിലെ സ്ത്രീവേഷങ്ങൾ സംസാരിക്കുന്ന ഭാഷ പ്രാകൃതം. കൂടിയാട്ടം ആരംഭിക്കുന്നു എന്ന് അറിയിപ്പ് തുടങ്ങുന്ന ചടങ്ങ്. കൂടിയാട്ടം ആരംഭിക്കുന്നു എന്ന് അറിയിപ്പ് നൽകുന്ന ചടങ്ങ് മിഴാവ് ഒച്ചപ്പെടുത്തൽ. കൂടിയാട്ടം ആരംഭിക്കുന്നു എന്ന് അറിയിപ്പ് നൽകുന്ന ചടങ്ങാണ് മിഴാവ് മെച്ചപ്പെടുത്തൽ. കൂടിയാട്ടത്തിലെ പ്രധാന വാദ്യമാണ് മിഴാവ്. ക്ലിയർ ആയല്ലോ? അടുത്ത് നോക്കാം. ദേവസ്വം കമ്മീഷണർ പുറപ്പെടുവിക്കുന്ന ഏതെങ്കിലും ഉത്തരവോ അറിയിപ്പോ മനഃപൂർവമോ അപകീർത്തികരമായ അല്ലെങ്കിൽ അനുസരിക്കാത്ത ഏതെങ്കിലും ട്രസ്റ്റിയെയോ മാനേജറെയോ തിരുവിതാംകൂർ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരം കുറ്റം ചെയ്തതായി കണക്കാക്കുന്നു? സെക്ഷൻ 181. നമ്മൾ ദേവസ്വം ബോർഡിൻ്റെ രൂപീകരണമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ? 2-3 ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ കാര്യം കൂടുതലായിട്ട് പറയാത്തത്. അപ്പം നമ്മൾ ഓൾഡ് വീഡിയോ ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ദേവസ്വം രൂപീകരണമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെയും പറയേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ക്ലാസ്സിൽ പറയാത്തത്. അപ്പം നിങ്ങൾക്ക് പഴയ ക്ലാസ്സിൽ കണ്ടവർക്കാണെങ്കിൽ അതൊന്നും മനസ്സിലാകും. ദേവസ്വം ബോർഡുകളുടെ റിക്രൂട്ട്മെൻറ്റിനായി ഒരു സ്വയംഭരണ സ്ഥാപനം രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷനാണ് ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ. അതുപോലെ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ജഡ്ജി ആരായിരുന്നു? ഇന്ദു മൽഹോത്ര. ഇന്ദു മൽഹോത്രയായിരുന്നു ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ജഡ്ജി. ശബരിമലയിലെ സ്ത്രീ പ്രവേശം പരിശോധിച്ച സുപ്രീം കോടതിയിലെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് 2018 സെപ്റ്റംബർ 28 നൽകിയ വിധിപ്രകാരം ഏത് പ്രായത്തിലുള്ള വനിതകൾക്ക് ഉപാധികളില്ലാതെയുള്ള പ്രവേശനം അനുവദിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ ഒരംഗത്തിൻ്റെ വിയോജിപ്പ് ഉണ്ടായിരുന്നു. അതാണ് ഇന്ദു മൽഹോത്ര. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലെ 5-അംഗ ഭരണഘടനാ ബെഞ്ചിൽ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ്?
ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്ര, ജസ്റ്റിസ് RF നരിമാൻ, ജസ്റ്റിസ് AM ഗൻവിൽക്കർ, ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര എന്നിവരായിരുന്നു ഈ 5 അംഗ ബെഞ്ചിൽ ഉണ്ടായിരുന്നത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി 5 അംഗ ഭരണഘടനാ ബെഞ്ചിൽ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ് എന്നാണ് നമ്മളിപ്പോൾ നോക്കിയത്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം പരിശോധിച്ച സുപ്രീം കോടതിയിലെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് 2018 സെപ്റ്റംബർ 28 നൽകിയ വിധി പ്രകാരം ഏത് പ്രായത്തിലുള്ള വനിതകൾക്ക് ഉപാധികളില്ലാതെ പ്രവേശനം അനുവദിക്കുകയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, നമ്മൾക്കറിയാമല്ലോ. അപ്പം ഒരു അംഗത്തിൻ്റെ വിയോജിപ്പുണ്ടായിരുന്നു, അതായിരുന്നു ഭൂരിപക്ഷ വിധിയും. ഭൂരിപക്ഷം ആൾക്കാർക്കും സ്ത്രീ പ്രവേശനത്തോട് വിലക്ക് തന്നെയായിരുന്നു. അപ്പം ഈ ഭരണഘടനാ ബെഞ്ചിലെ 5 അംഗങ്ങളിൽ ഒരാൾക്ക് എതിർപ്പുണ്ടായിരുന്നു, അതാണ് ഇന്ദു മൽഹോത്ര. ക്ലിയർ ആയല്ലോ. അടുത്തത്, ഹൈന്ദവ സംസ്കാരത്തിൻ്റെ പ്രധാന ഗ്രന്ഥം എന്നറിയപ്പെടുന്നത് എന്താണ്? ഹൈന്ദവ സംസ്കാരത്തിൻ്റെ പ്രമാണ ഗ്രന്ഥം എന്നറിയപ്പെടുന്നത് വേദമാണ്. പ്രപഞ്ചസാരം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? പ്രപഞ്ചസാരം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ശങ്കര ഭഗവത് പാദർ. തന്ത്രസമുച്ചയം ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ചോന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാട്. ആദിപുരാണം എന്നറിയപ്പെടുന്നത് എന്താണ്? ആദിപുരാണം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുരാണമാണ്. പുരാണങ്ങളുടെ എണ്ണം 18 18 പുരാണങ്ങളുണ്ട്. വിഷ്ണു പുരാണം 6 ശിവപുരാണം 6 ബ്രഹ്മപുരാണം 6. പുരാണങ്ങളെ സ്മൃതിയുടെ ഭാഗമായിട്ടാണ് കരുതപ്പെടുന്നത്. പുരാണങ്ങളെ സ്മൃതിയുടെ ഭാഗമായിട്ടാണ് കരുതപ്പെടുന്നത്. ബൃഹത്തായ പുരാണം എന്നറിയപ്പെടുന്നത് സ്കന്ദപുരാണമാണ്. ബൃഹത്തായ പുരാണം സ്കന്ദപുരാണവും ആദിപുരാണം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുരാണവുമാണ്. ഭാഗവത പുരാണം പ്രധാനമായി 18 സ്കന്ധങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ആദ്യ 18 സ്കന്ധങ്ങൾ ശ്രീകൃഷ്ണന്റെ ജനനത്തെയും കുട്ടിക്കാലത്തെയും കുറിച്ച് വിവരിക്കുന്നു. ഭാഗവത പുരാണത്തിന് പ്രധാനമായി 18 സ്കന്ധങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ആദ്യ 10 സ്കന്ധങ്ങൾ ശ്രീകൃഷ്ണന്റെ ജനനത്തെയും കുട്ടിക്കാലത്തെയും കുറിച്ചാണ് വിവരിക്കുന്നത്. വേദാന്തം എന്നറിയപ്പെടുന്നത് ഉപനിഷത്തുകളാണ്. വേദാന്തം എന്നറിയപ്പെടുന്നത് ഉപനിഷത്തുകളാണ്. ഇനി നമ്മൾക്ക് പരീക്ഷകളിലൊക്കെ പ്രശസ്ത വ്യക്തികളും അവരുടെ കലാരൂപം അല്ലെങ്കിൽ അവരുടെ സംഗീതോപകരണം അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്, പ്രശസ്തമായ വ്യക്തികളെ. അപ്പോൾ നമ്മൾക്ക് ഈ പരീക്ഷയിൽ ഈ ദേവസ്വം ബോർഡിൻ്റെ ഇതുവരെ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് വ്യക്തികളും അവരുടെ മേഖലയും കൂടി നമ്മൾക്ക് ഇവിടെ നോക്കാം. പ്രശസ്ത വ്യക്തികളും സംഗീതോപകരണങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ നോക്കുന്നത്. കലാമണ്ഡലം പരമേശ്വര മാരാർ. കലാമണ്ഡലം പരമേശ്വര മാരാർ തിമില സംഗീതോപകരണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. തിമിലയുമായി ബന്ധപ്പെട്ട പ്രശസ്ത വ്യക്തിയാണ് കലാമണ്ഡലം പരമേശ്വര മാരാർ. തൃത്താല കുഞ്ഞികൃഷ്ണ പൊതുവാൾ തായമ്പക. തായമ്പകയുമായി ബന്ധപ്പെട്ട പ്രശസ്ത വ്യക്തിയാണ് തൃത്താല കുഞ്ഞികൃഷ്ണ പൊതുവാൾ. PK നാരായണൻ നമ്പ്യാർ മിഴാവ്. PK നാരായണൻ നമ്പ്യാർ പ്രശസ്തമായിരിക്കുന്ന മേഖല മിഴാവാണ്. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ ചെണ്ട. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ ചെണ്ടയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ ചെണ്ട. മട്ടന്നൂർ ശങ്കരൻകുട്ടി ചെണ്ട. പെരുവനം കുട്ടൻ മാരാർ ചെണ്ട. മാർഗി സോമദാസ് ചെണ്ട. പല്ലാവൂർ അപ്പു മാരാർ പഞ്ചവാദ്യം. ചിറ്റൂർ ശങ്കരപ്പണിക്കർ നാഗസ്വരം. ഇനി നമ്മൾക്ക് പരീക്ഷയിൽ ആവർത്തിക്കുന്ന കഥകളിയുമായി ബന്ധപ്പെട്ട പ്രശസ്ത വ്യക്തികളെ നോക്കാം. തോട്ടം ശങ്കരൻ നമ്പൂതിരി, കുടമാളൂർ കരുണാകരൻ നായർ, മാങ്കുളം വിഷ്ണു നമ്പൂതിരി, മടവൂർ വാസുദേവൻ നായർ, കലാമണ്ഡലം ഗോപി, കലാമണ്ഡലം ഹൈദർ അലി, കോട്ടയ്ക്കൽ ശിവരാമൻ. ഇവരൊക്കെ കഥകളിയുമായി ബന്ധപ്പെട്ട പ്രശസ്ത വ്യക്തികളാണ്. അടുത്തത് സോപാന സംഗീതം പ്രശസ്ത വ്യക്തികളെ കുറിച്ച് നോക്കാം. നമ്മൾ ആദ്യം നോക്കിയത് എന്തൊക്കെയാണ്? ചെണ്ട, തായമ്പക, പഞ്ചവാദ്യം, ഈ ക്ഷേത്രങ്ങളൊക്കെയുമായി ബന്ധപ്പെട്ടത്. അടുത്തത് സോപാന സംഗീതം. അതിനു മുന്നേ നമ്മൾ കഥകളി നോക്കി അല്ലേ? കഥകളിയുമായി ബന്ധപ്പെട്ട വ്യക്തികളെ നോക്കി. അതിനുശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് സോപാന സംഗീതം പ്രശസ്ത വ്യക്തികൾ. ഞെരളത്ത് രാമപൊതുവാൾ, ഞെരളത്ത് ഹരിഗോവിന്ദൻ, ജനാർദ്ദൻ നെടുങ്ങാടി. ഇവരൊക്കെ സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട പ്രശസ്ത വ്യക്തികളാണ്. അടുത്തത് കേരളത്തിലെ ആദ്യ ചുവർ കലാപഠന കേന്ദ്രം ആരംഭിച്ച സ്ഥലം എവിടെയാണ്? കേരളത്തിലെ ആദ്യ ചുവർ കലാപഠന കേന്ദ്രം ആരംഭിച്ചത് ഗുരുവായൂരാണ്.
വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആറന്മുള. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലാണ് വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത്. വാദ്യകലാകാരനുള്ള ആദ്യത്തെ പത്മശ്രീ ബഹുമതി നേടിയ കലാകാരനാണ് PK നാരായണൻ നമ്പ്യാർ. നമ്മളിവിടെ ഇപ്പം കണ്ടിരുന്നു അല്ലേ, PK നാരായണൻ നമ്പ്യാർ. PK നാരായണൻ നമ്പ്യാർ മിഴാവുമായി പ്രശസ്ത വ്യക്തിയാണ് PK നാരായണൻ നമ്പ്യാർ. അദ്ദേഹത്തിനാണ് വാദ്യകലാകാരനുള്ള ആദ്യത്തെ പത്മശ്രീ ബഹുമതി നേടിയത്. അപ്പോൾ മറന്നു പോകരുത്, വാദ്യകലാകാരനുള്ള ആദ്യത്തെ പത്മശ്രീ ബഹുമതി നേടിയ കലാകാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ PK നാരായണൻ നമ്പ്യാർ. മദ്ദള ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ആരാണ്? മദ്ദള ചക്രവർത്തി എന്നറിയപ്പെടുന്നത് തിരുവില്ലാമല വെങ്കിച്ചൻ സ്വാമി. തിരുവില്ലാമല വെങ്കിച്ചൻ സ്വാമിയാണ് മദ്ദള ചക്രവർത്തി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ കളംപാട്ടിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ്? കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ കളംപാട്ടിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് നന്ദുണി. ക്ലിയർ ആയല്ലോ? ഈ ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും സെറ്റായല്ലോ? അടുത്തത് ക്ഷേത്രത്തിലെ പ്രധാന ഭാഗങ്ങൾ. പുറം മതിൽ, അതിന് മര്യാദ എന്നും പറയുന്നു. ഗോപുരം, ആനക്കൊട്ടിൽ, പ്രദക്ഷിണ വഴി, ധ്വജമണ്ഡപം, ബാലിക്കപ്പുര, നാലമ്പലം, മണ്ഡപം അല്ലെങ്കിൽ മുഖമണ്ഡപം, സോപാനം, ഗർഭഗൃഹം. ഇത്രയാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ. അടുത്തത് ക്ഷേത്ര കലാപീഠം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ക്ഷേത്ര കലാപീഠം സ്ഥിതി ചെയ്യുന്ന സ്ഥലം വൈക്കം. ക്ഷേത്ര കലാപീഠം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്താണ്. ദേവസ്വം വക ആദ്യ ഗ്രന്ഥശാലയാണ് ശ്രീ ചിത്ര ഗ്രന്ഥശാല. അപ്പം നമ്മൾ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ റിവിഷൻ ചെയ്തത്. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാസം തന്നെ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഏകദേശം നമ്മൾ അതിനടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനി കുറച്ച് ദിവസം കൊണ്ട് തന്നെ എല്ലാം ഒന്ന് സെറ്റാക്കാം. അതിനുശേഷം നമ്മൾ മോഡൽ എക്സാമുകളും കൂടുതൽ മോക്ക് ടെസ്റ്റുകളൊക്കെ ആയിരിക്കും നോക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം കൂടുതൽ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ.